ആദിത്യ ദർ ഉറുക്കി ശേഷം സംവിധാനം ചെയ്ത സിനിമയാണ് ദുരന്തർ. ഞാൻ എന്താണ് ഈ സിനിമ കാണാൻ ഇത്രയും താമസിച്ചത്? ഈ പടം ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച ടെക്നിക്കൽ പെർഫെക്ഷനുള്ള സിനിമ എന്ന് നിസ്സംശയം പറയാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏത് മേഖല എടുത്താലും അത്രയും സിങ്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് സിനിമാറ്റോഗ്രഫി, പ്രൊഡക്ഷൻ ഡിസൈൻ, കളറിങ്, എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ, സൗണ്ട് മിക്സിങ് എന്ന് വേണ്ട എല്ലാ മേഖലയും ഒരേപോലെ ചേർന്ന് നിൽക്കുന്ന മികച്ച ഔട്ട്പുട്ട് തന്നിട്ടുള്ള, അതുകൊണ്ട് തന്നെ ഭയങ്കര റോ ആൻഡ് റിയലായിട്ട് ഈ സിനിമ, ഇതിൽ സിനിമാറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര റിയലായിട്ട് റോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമ. ഇപ്പോൾ പല സിനിമകളും ഹിന്ദിയിൽ സ്പൈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാട്ടപരാധം ഇറക്കി വയ്ക്കുന്നുണ്ട്. അത് ശരിക്കും ഈ സ്പൈ ആയിട്ട് ജോലി ചെയ്യുന്ന അവരുടെ അടുത്ത് കാണിക്കുന്ന അനീതിയാണ് അവരെ കോമഡി പീസായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു ജീവിതം അല്ല അവരുടേതെന്ന്. അവരുടെ ജീവിതം, സ്വന്തം ജീവൻ ബലി നൽകി വേണ്ട അത് വെച്ചിട്ട് ടോർച്ചർ അനുഭവിച്ച് ഓരോ രാജ്യങ്ങളിലും നമ്മുടെ ഇവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ജീവിതം ഒരു മനുഷ്യനുള്ളൂ. ആ ജീവിതം തന്നെ ഹോമിച്ച് പണിയെടുക്കുന്നവരാണ് സ്പൈകൾ. അവർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുത്തതുപോലെ എനിക്ക് ഈ സിനിമ കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്ത്. ഈ പടം ഇത് 3.5 മണിക്കൂർ ലെങ്ത് ഉണ്ട്. 3.5 മണിക്കൂർ ലെങ്ത് ഉണ്ടെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് പോർഷൻ ഇത്തിരി വേണ്ടായിരുന്നു എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഹാഫിൽ എനിക്കങ്ങനെ ഒരു ലാഗ് സാധനമൊന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കരമായിട്ട് പടത്തിനകത്ത് ഇന്നായി അങ്ങ് കണ്ടു തീർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തന്നെ 2 മണിക്കൂറോളം ലെങ്ത് ഉണ്ട്. ഒരു സിനിമയുടെ സമയം അവിടെ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അനാവശ്യമായിട്ട് എന്ന് പറയാനാണ് എനിക്ക് ഈ റൊമാൻറ്റിക് ട്രാക്ക് ഒഴിച്ച് ബാക്കിയൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ബാക്കിയെല്ലാം അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ റോ ആയിട്ട് അത് നിലനിർത്തിക്കൊണ്ട് പോകണം, എന്നാൽ മാത്രമേ അതിൻ്റെ വിജയം വരത്തുള്ളൂ. ഓരോ ആർമിക്കാരുടെ വെടിയുണ്ടോ, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ബോംബ് പൊട്ടിത്തെറിച്ചൊക്കെ ഓരോ തീവ്രവാദികളുടെ ഫോട്ടോയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണും. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പം ഫോട്ടോ നിങ്ങൾക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഫോട്ടോ ആണെന്ന് പറയുമ്പോൾ നമ്മളത് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഫോട്ടോ അല്ല, അത് കണ്ടാൽ മതി എന്നുകൊണ്ട് എടുത്ത് വെച്ചിട്ട് ഫോട്ടോ കൊടുക്കും. അപ്പോൾ കാണുന്ന ഓരോരുത്തന്മാർ വെടികൊണ്ട് കിടക്കണവന്മാരുടെ മുഖമൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കളിക്ക് വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കും, അല്ല 2 ചവളയൊക്കെ വളർന്നു വെച്ച് അങ്ങനെയായിരിക്കും വെടികൊണ്ടും ഈ ബോംബൊക്കെ എറിഞ്ഞൊക്കെ മരിക്കുന്നത്. അല്ലാതെ മറ്റേ സീരിയലിൽ ശരത്ത് കാണിക്കും പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയൊന്നും അല്ല പരിപാടി. അപ്പോൾ ഇങ്ങനെ ഇവർ കാണിക്കുന്ന ഡെഡ് ബോഡികൾ അങ്ങനെ ഉണ്ടായി എന്നുള്ളത് കാണണമല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ വയലൻസ്, ആ ഗോർ പരിപാടി അത്രയും എങ്ങനെയാണ് ആൾക്കാർ മരിച്ച് ഇങ്ങനെ കട്ടുന്നുണ്ടായിട്ട് ഇങ്ങനെ ചളിക്കുന്നുണ്ടോ വീണത്, വളരെ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് വിശ്വസിക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. വയലൻസിന് വേണ്ടി കാണിക്കുന്ന സാധനമൊന്നുമല്ല, അവിടെ അത് വേണം. അവിടെ അത് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ മറ്റേ വെടിവെപ്പ് പരിപാടി നടക്കുകയുള്ളൂ. അത് കിട്ടിലായിട്ട് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ തുപ്പാക്കിയിൽ 12 പേരെ ഒരേ സമയത്ത് വെടിവെച്ച് കൊല്ലുന്ന ഒരു സീൻ, ഒരു ഹൈ തന്ന ഒരു സീനിൽ അതുപോലത്തെ ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഒരു സാധനം ഇതിനകത്തുണ്ട്. പക്ഷേ അത് എടുത്തിക്കണേന്ന് പറഞ്ഞാൽ മറ്റേ സോ സീരീസ് ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന പോലെ അത്രയും വയലൻസ് ആയിട്ടുള്ള ബ്രൂട്ടൽ മേഡേഴ്സ് ഇല്ലേ, അത്രത്തോളം ഇല്ലെങ്കിൽ പോലും അത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ കുറച്ച് സാധനങ്ങൾ അങ്ങ് നടക്കുന്നത്, അത് ആ സീനൊക്കെ വേറെ ടോപ്പ് നോച്ചായിരുന്നു. അത് അങ്ങനത്തെ കുറേ സാധനം ഫൈറ്റും അതൊക്കെ ഒരു വേറെ ലെവൽ. അപ്പോൾ ഈ സിനിമയുടെ സംഭവം എന്ന് പറഞ്ഞാൽ, കണ്ടഹാറിൽ നമ്മൾ വിമാനത്തിലെ ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഒരു സ്പൈയെ അവിടെ പാകിസ്ഥാൻ ഇന്ത്യയിലൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനും അവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളെ തടയിടാനും വേണ്ടിയിട്ട്, വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പൈ ആയിട്ടാണ് രൺവീർ സിംഗ് അവിടെ പോകുന്നത്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ, നമ്മൾ ഇവിടെ നടക്കുന്ന ഇൻസിഡൻസ് ഉണ്ടല്ലോ, പാർലമെൻറ്റ് അറ്റാക്ക്, മുംബൈ സ്ഫോടനം, ഈ ഒക്കെ കാര്യങ്ങളൊക്കെ പാകിസ്ഥാനിൽ ആസൂത്രണം ചെയ്യുന്നതും അത് അവരവിടെ ഇരുന്നിട്ട് ഇത് കാണുന്നത് പോലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫീൽ നമുക്കുണ്ടാവും. നമുക്ക് ഓൾറെഡി നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. അത് അവിടെ കിടന്ന് കാണുമ്പോഴേക്കും അവരൊക്കെ വലിച്ച് കീറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ദേഷ്യം തോന്നും. അത് അതിൻ്റെ പെയിൻ അവിടെ ഫീൽ ചെയ്യും. അത് അവർ കണ്ട് ആഘോഷിക്കുന്നതും അതിൻ്റെ ഒരു വീണ്ടും നമ്മൾ അതിലോട്ട് തിരിച്ചു പോകുന്ന പോലത്തെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയോടെ തന്നെ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിയലായിട്ട് നടന്ന ഫുട്ടേജും റിയലായിട്ടുള്ള ആൾക്കാരെ മാത്രം, അതിൻ്റെ പേര് വേറെ ആൾ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ഒന്നുമില്ല, ഒറിജിനൽ ആളെ വെച്ചിട്ട് അത് കാണിക്കുകയാണ്. ആ റിയൽ ഫുട്ടേജ്, റിയൽ സൗണ്ട് ക്ലിപ്സൊക്കെ ഉൾപ്പെടെ വെച്ചിട്ട് അത് വെച്ച് കാണിക്കുകയാണ്. അതാണ് സംഭവം നടന്നത്. അതിങ്ങനെയൊക്കെയാണ് നടന്നിട്ടുണ്ടാവുക. അതായത് ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റി പോലെ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. അവിടെ നമ്മുടെ സ്പൈ ഉണ്ട്, സ്പൈയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഒരു 3.5 മണിക്കൂർ ഒരു സംഭവം. ഇത് തീരുന്നില്ല ഈ പടം. ഇതിൻ്റെ പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ സ്പൈയുടെ ഒരു പ്രവർത്തനം, കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആക്കി ഇന്ത്യയിൽ നടന്ന ചരിത്ര സംഭവങ്ങളുമായിട്ടും തീവ്രവാദി പ്രശ്നങ്ങളുമായിട്ടും പാകിസ്ഥാനിലെ ഇന്ത്യയായിട്ടുള്ള നയതന്ത്ര പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ തുടർച്ച ഉണ്ടാവും. ഈ സിനിമ ഫിക്ഷനിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫിക്ഷനിലാണ്. എന്നാൽ റിയൽ ഇൻസിഡൻ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ ഇൻസിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ എടുത്തിക്കണം. അങ്ങനെ ഒരു പ്രത്യേകത ഒരു സംഭവമാണ് സിനിമാറ്റിക് ഫീൽ ഉണ്ടോ എന്ന് വെച്ചാൽ അതുകൊണ്ട്. എന്നാൽ റോ ആണോ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണോ ചോദിച്ചാൽ അതും അങ്ങനെ എല്ലാ തരത്തിലും നോക്കിയാൽ നല്ല മികച്ച നിൽക്കുന്ന ഒരു സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയാനാണെങ്കിൽ വികാസ് നൗലക ആണ്
ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി കിഡിലം വർക്ക്, അതുപോലെ ശിവകുമാർ വി പണിക്കർ എഡിറ്റിങ്, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശശ്വന്ത് സച്ദേവ്. പൊളി സാധനം, റെട്രോ സാധനങ്ങളും അല്ലാത്ത നമ്മുടെ ഹനുമാൻ കൈൻഡിൻ്റെ റാപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ട് സിഗ്നേച്ചർ സ്കോറുകൾ നമുക്ക് ഫീൽ ചെയ്യും. സിഗ്നേച്ചർ സ്കോറുകൾ പടത്തിൽ കാണാം. കിഡിലം വർക്കായിരുന്നു, എല്ലാം കിഡിലം വർക്കാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ സൈനി എസ് ജോറെ. ഇതിൽ രൺവീർ സിംഗ് ആണ് ത്രൂ ഔട്ട് പടത്തിലുള്ളത്. ത്രൂ ഔട്ട് പടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു 90% രൺവീർ ഉണ്ട്. പുറത്ത് ഇയാൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇയാളെ പിടിച്ച് കെട്ടി അഭിനയിച്ച പോലെയാണ്. അത്രയ്ക്കും ഭയങ്കര കാമായിട്ടുള്ളൊരു ക്യാരക്ടർ. എന്നാൽ ഇമോഷണൽ ആവേണ്ട സമയത്ത് കടിച്ച് പിടിച്ച് നിൽക്കുന്ന ആ ഫീല് നമുക്ക് കൊണ്ടുവരുന്നുണ്ടോ. ഭയങ്കര സ്ക്രീൻ പ്രസൻസും ഒരു സാധനമുണ്ട്, താടിയൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, കിടുക അയാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ അക്ഷയ് ഖന്ന, ഇയാൾ ചാവയിൽ വന്ന് നിന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് കുരുട് പിടിച്ച പോലെ ഇരുന്ന നമ്മുടെ ഔറംഗസീബ് ഇരുന്നിട്ട് പിന്നെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞ്. ഇതിലും അതുപോലെ തന്നെ. ഇതൊരു അൾട്ടിമേറ്റ് വില്ലൻ. ചെറിയ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലത്, നിങ്ങൾ കണ്ട് അറിയുക, മനസ്സിലാക്കുക. അവസാനമൊക്കെ പുള്ളിയുടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സഞ്ജയ് ദത്തിൻ്റെ ഡെവിളിഷ് ആയിട്ടുള്ള ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സഞ്ജയ് ദത്തിനെയാണ് ലിയോയിൽ കൊണ്ടിട്ടെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ച് പോയത്. അതുപോലെ മാധവൻ അജിത് ഡോവലിൻ്റെ ഒരു ക്യാരക്ടറാണ്. മാധവൻ അടിപൊളിയായിരുന്നു. ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ഇവർ, ഭയങ്കര സെർട്ടിലായിട്ടുള്ള അഭിനയമാണ്. അതിൻ്റെ മീറ്റർ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അർജുൻ റാംപോലെ മറ്റൊരു കിടിലൻ ക്യാരക്ടർ. പിന്നെ സാറ അർജുൻ അറിയാലോ, ദൈവത്തിരുമകളിൽ ആ കൊച്ചായിട്ട് വന്നത്. ആ കൊച്ച് വന്നിട്ട് ഒരു 19 വയസ്സുള്ള ക്യാരക്ടറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്താ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പോർഷൻ അത്രയ്ക്ക് ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. അവളുടെ പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ 100% നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നിട്ടുള്ള, ഒരു ചെറിയ തിളപ്പൊക്കെ തോന്നിയിട്ടുള്ള, എന്നാൽ ദേശസ്നേഹം വലിഞ്ഞ് മറിച്ചിട്ടൊന്നുമില്ല. നമുക്കൊരു ഫീലുണ്ടാവും. നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ആരൊക്കെ ലോകത്ത് എന്തൊക്കെ തരണം ചെയ്ത് ഇത്ര പട്ടിണി കിടന്ന് ചവിട്ടും തൊഴിയും കൊണ്ട് എന്തുമാത്രം ടോർച്ചർ അനുഭവിച്ചാണ് നമ്മളിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതെന്നുള്ള ഒരു വീണ്ടും ഒരു ചിന്ത അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒതുങ്ങുന്ന ഒരു സിനിമ. മികച്ച ഒരു ആവിഷ്കാരം ദുരന്തർ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.